സംസ്ഥാനത്തെ ചന്തകളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് കുറഞ്ഞു. കന്നുകാലികളുമായി വന്ന 45ലേറെ ലോറികൾ തമിഴ്നാട് കർണാടക അതിർത്തികളിൽ മടക്കി അയച്ചു. പാലക്കാട്ട് 7ഉം മലപ്പുറത്തെ 5ഉം ചന്തകളിൽ ഇന്നലെ കന്നുകാലി ലോഡ് എത്താതിരുന്നതോടെ വിപണി പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തേക്ക് അറവിനാവശ്യമായതിന്റെ 2% മാത്രമാണ് ആഭ്യന്തരോൽപാദനം. ബാക്കി അയൽ സംസ്ഥാനങ്ങളിലെ കാലിച്ചന്തകളിൽ നിന്നെത്തുകയാണ് പതിവ്. ഇതാണ് ഗണ്യമായി കുറഞ്ഞത്. കേന്ദ്ര സർക്കാർ കാലിക്കടത്ത് നിരോധിച്ച പശ്ചാത്തലത്തിൽ സംഘപരിവാർ സംഘടനകൾ കന്നുകാലികളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് മടക്കി അയച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. പാലക്കാട് ജില്ലയിലെ 7 ചന്തകളിലും മലപ്പുറത്തെ 5 ചന്തകളിലും കഴിഞ്ഞ ദിവസം ഒരു ലോഡ് പോലും കന്നുകാലികൾ എത്തിയില്ല. വ്യാപാരികൾ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു വലിയ മുൻകൈ എടുത്തു എന്നുള്ളതാണ് സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും സർക്കാരുമായിട്ടുള്ള തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ തന്നെ ഒരു നിയമസഭാ സമ്മേളനം നടത്തിയും അത് കേരളത്തിലൊരു പൊതുവികാരം ഇതിനെതിരായി വളർത്തിക്കൊണ്ടുവരുന്നതിലും അതിനെ നിയമപരമായി തടയുന്നതിലുമൊക്കെ തന്നെ കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന എല്ലാ നടപടികൾക്കും സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകും എന്നുകൂടി ഈ റംസാൻ വിപണി സജീവമായിരിക്കെ അറവിനുള്ള കാലികളുടെ ലഭ്യത നിലച്ചത് കച്ചവടം പ്രതിസന്ധിയിലാക്കി. ഈ സ്ഥിതി തുടർന്നാൽ വരും ദിവസങ്ങളിൽ മാട്ടിറച്ചി ലഭ്യമല്ലാതാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോഴിക്കോട് നഗരത്തിലെ അനധികൃത അറവുശാലകൾക്കെതിരെയും അറവു മാലിന്യം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെയും ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി ആരംഭിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കി. കോഴിക്കോട് സൌത്ത് ബീച്ചിന് സമീപത്തായി അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലയും അറവു മാലിന്യ കേന്ദ്രവുമാണ് അധികൃതർ പൊളിച്ചു നീക്കിയത്. നഗരത്തിൽ പലയിടത്തും അറവു മാലിന്യങ്ങൾ തള്ളുന്നതായുള്ള വ്യാപക പരാതിയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് JCB ഉപയോഗിച്ച് മാലിന്യ കേന്ദ്രം പൊളിച്ചുമാറ്റിയത്. കടൽ തീരത്ത് അറവ് മാലിന്യം വന്ന് അടിഞ്ഞതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനെ നമ്മൾ എൻക്വയറി ചെയ്ത് കോർപ്പറേഷന്റെ ഹെൽത്ത് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇവിടെ 1-2 സ്ഥലത്ത് പുറമ്പോക്കിൽ 1-2 സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടുത്തെ രാത്രി കടലിൽ കൊണ്ട് തള്ളുന്ന റിപ്പോർട്ട് കിട്ടിയതിന്റെ ബേസിസിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തിയാണ്. ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ഇത് പുറമ്പോക്കിലാണ് കെട്ടിടം നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിന് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നത് പൊളിച്ച് മാറ്റാണ്. നഗരത്തിലെ ബീച്ചിലും കല്ലായിപ്പുഴയിലും മറ്റുമായി അറവു മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നതായും വ്യാപക പരാതിയുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കന്നുകാലി കശാപ്പ് നിരോധിച്ച കേന്ദ്ര നിയമം പാർലമെന്റിൽ ചോദ്യം ചെയ്യുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ നടക്കുന്നവർക്ക് കന്നുകാലി കശാപ്പ് നിരോധനത്തിൽ മറുപടി പോലും പറയാനാകുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. CPIM സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടക്കുന്നുവെന്ന ആരോപണം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് അവസരം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന EVM ചലഞ്ചിൽ പങ്കെടുക്കാൻ CPIM-ഉം NCP-യും മാത്രമാണ് അപേക്ഷ നൽകിയത്. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സമാന്തര EVM ചലഞ്ച് സംഘടിപ്പിക്കും. എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീതി ആയോഗ് ശുപാർശയ്ക്ക് പിന്നാലെ കടബാധ്യതകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കം. റിലയൻസ് അടക്കമുള്ള അസറ്റ് കമ്പനികളിലേക്ക് കടബാധ്യത മാറ്റാൻ ബാങ്കുകളുമായി സർക്കാർ ചർച്ച ചെയ്തു. എന്നാൽ മൂക്കറ്റം കടത്തിലുള്ള എയർ ഇന്ത്യക്ക് തിരിച്ചടവ് സാധ്യമല്ലാത്തതിനാൽ റിലയൻസ് അടക്കമുള്ള കമ്പനികൾക്ക് എയർ ഇന്ത്യയെ സ്വന്തമാക്കാം. പൊതുകടമായി എഴുതിത്തള്ളി പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ നിലനിർത്താനുള്ള സാഹചര്യമാണ് സർക്കാർ ഇല്ലാതാക്കുന്നത്. സർക്കാരിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമുള്ള എയർ ഇന്ത്യയുടെ വായ്പ 50,000 കോടി രൂപയാണ്. പലിശയടയ്ക്കാൻ 5,000 കോടി രൂപ വേണം. എന്നാൽ എയർ ഇന്ത്യയുടെ ആധുനിക വിമാനങ്ങളുടെ ശേഖരത്തിന് തന്നെ 30,000 കോടി രൂപയുടെ മൂല്യമുണ്ട്. മറ്റു സ്വത്തുവകകൾ 5,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. എങ്കിലും വായ്പ തിരിച്ചടയ്ക്കാൻ എയർ ഇന്ത്യക്ക് സാധിക്കുന്നില്ലെന്നും സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നതാണ് ഉചിതമെന്നുമാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത്. Air India, what is it? I think the last number I have heard is about 52,000 crores now. That's a very, very large debt, and selling it with the current existing debt is going to be very, very difficult.
ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ കടബാധ്യതകൾ റിലയൻസ് അടക്കമുള്ള അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളിലേക്ക് മാറ്റുന്നതിന് ബാങ്കുകളുമായി ചർച്ച നടത്തി. എയർ ഇന്ത്യയുടെ ഉടമസ്ഥരും ജാമ്യക്കാരും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ മൂക്കറ്റം കടത്തിലുള്ള എയർ ഇന്ത്യക്ക് തിരിച്ചടവ് സാധ്യമല്ല. അതിനാൽ റിലയൻസ് അടക്കമുള്ള ഇതേ കമ്പനികൾക്ക് തന്നെ എയർ ഇന്ത്യയെ സ്വന്തമാക്കാനാകും. അതായത് എയർ ഇന്ത്യയെ അസറ്റ് കമ്പനികളെ ഏൽപ്പിച്ചതിന് ശേഷം കടം എഴുതിത്തള്ളുന്ന രീതി. പകരം പൊതുകടമായി എഴുതിത്തള്ളി പൊതുമേഖലാ സ്ഥാപനമായി എയർ ഇന്ത്യയെ നിലനിർത്താനുള്ള സാഹചര്യമാണ് സർക്കാർ ഇല്ലാതാക്കുന്നത്. 2 വർഷത്തെ എയർ ഇന്ത്യ ജീവനക്കാരുടെ എല്ലാ ശ്രമങ്ങളും അസ്ഥാനത്താക്കിയാണ് എയർ ഇന്ത്യയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കം. കടബാധ്യത കൊണ്ടെന്ന് വിശദീകരിക്കുമ്പോഴും പൂർണ്ണമായി അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിച്ചതിന് ശേഷം കടബാധ്യത എഴുതിത്തള്ളുന്ന ബാങ്കുകളുടെ രീതിയും ആശങ്ക ജനിപ്പിക്കുന്നു. മനുശങ്കർ, ദില്ലി. കഥകളി അരങ്ങിൽ അത്ഭുതം തീർക്കുന്ന കലാമണ്ഡലം ഗോപി ആശാന് ഇനി നാട്യ ശിരോമണി എന്ന വിശേഷണവും. 80ാം പിറന്നാളിനോടനുബന്ധിച്ച് തൃശൂരിൽ നടക്കുന്ന പരിപാടിയിലാണ് ആശാന് പുതിയ ബഹുമതി പത്രം സമ്മാനിച്ചത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സമ്മേളന വേദി കൂടിയായി ഗോപി ആശാന്റെ അശീതി ആഘോഷം. പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പത്മഭൂഷൺ ശാന്ത ധനജയൻ, പെരുവനം കുട്ടന്മാരാർ, കവി മധുസൂദനൻ നായർ തുടങ്ങി നിരവധി പ്രതിഭകളാണ് കലാമണ്ഡലം ഗോപിയുടെ അശീതിയാഘോഷങ്ങളുടെ 2ാം ദിനത്തിൽ പങ്കാളികളായത്. കലാ സാംസ്കാരിക രംഗത്തെ വലിയ നിരയെ സാക്ഷ്യം നിർത്തി കഥകളിയുടെ തമ്പുരാൻ ഗോപിയാശാന നാട്യശിരോമണി പുരസ്കാരം സമർപ്പിച്ചു. ഗോപിയാശാൻ രചിച്ച നളചരിത പ്രഭാവം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. MT വാസുദേവൻ നായരുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി വി നായർ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും ആഘോഷത്തിന് മാറ്റുപകർന്നു. ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഗോപിയാശാന്റെ ശിഷ്യൻ കൂടിയായ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആനുകൂല്യ നിഷേധത്തിന്റെ ദുരിതത്തിലാണ് കർണാടകയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലേക്ക് കുടിയേറിയ ആദിവാസികൾ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാടിച്ചിറ മരക്കടവിലെ 47 കുടുംബങ്ങളും ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നവരാണ്. വർഷങ്ങളായി ഇവർ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പുറത്താണ്. 60 വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലെത്തിയ പിന്നോക്ക ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. റേഷൻ കാർഡും മറ്റ് സർക്കാർ രേഖകളെല്ലാം ഉണ്ടെങ്കിലും വീടോ മറ്റ് ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിക്കാറില്ല. അടിയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് കോളനിക്കാർ പറയുന്നു. എന്നാൽ ഇവരെ ഗൗഡർ വിഭാഗമായാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പഴക്കം ചെന്ന വീടുകളിൽ 1-ലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പട്ടികവർഗക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. 5 സെന്റ് സ്ഥലത്താണ് പലരും താമസിക്കുന്നത്. മിക്കവയ്ക്കും രേഖകളില്ല. അടുത്തിടെ വരെ അടച്ചിരുന്ന നികുതിയും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. എല്ലാം നമുക്ക് അനുകൂലികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളൊക്കെ ഗൗണ്ടന്മാരാക്കി ഇവിടെ. ഇപ്പം പിള്ളേർക്കോ നമുക്കോ ഒരു അനുകൂലം ഇല്ല. നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെവിടെ കൊടുക്കാനാ? ഇവിടെ സർക്കാരിനെ കൊടുത്തിട്ടില്ല, പിന്നെ നമ്മളെവിടെ കൊടുക്കാനാ? ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സമീപകാലം വരെ ലഭിച്ചിരുന്ന ഗ്രാന്റ് പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. പഠിക്കും തൊട്ട് മുതലേ സാധാരണ തന്നെ കുറച്ച് ദിവസം എനിക്ക് ഗ്രാൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ കയറിയപ്പോഴാണ് എനിക്ക് ഗ്രാൻറ്റും കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ 9ാം ക്ലാസ് എത്തിയപ്പോൾ ചോദിച്ചിട്ട് ജാതി സർട്ടിഫിക്കറ്റ് വേണം, അല്ലാണ്ട് എനിക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ SLC ബുക്കിൽ ഹിന്ദു അടിയാൻ ജനറൽ എന്ന് കൂട്ടി. പിന്നെ അതേ പിന്നെ +1 കയറുമ്പോഴും ജാതി സർട്ടിഫിക്കറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. പണ്ട് എന്തോ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞ കാരണത്തിലാണ് ഇതായത്. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കേസിലാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമെല്ലാം വർഷങ്ങളായി പരാതികൾ നൽകാറുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാറില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് പട്ടികവർഗ വകുപ്പ് മന്ത്രിയെ പരാതിയുമായി സമീപിക്കാനൊരുങ്ങുകയാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, വയനാട്.